إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تنكحوا المشركات حتى يؤمن ولأمة مؤمنة خير من مشركة ولو أعجبتكم ولا تنكحوا المشركين حتى يؤمنوا ولعبد مؤمن خير من مشرك ولو أعجبكم أولئك يدعون إلى النار والله يدعو إلى الجنة والمغفرة بإذنه ويبين الله آياته للناس لعلهم يتذكرون. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവ്വലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിലകലും സദാ സത്യസന്ധമായി പാലിക്കുകയും പുലർത്തുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്കും വിധേയമായി ശരിയായ ഈമാനും ഇഖ്ലാസും തഖ്വയും ഉൾക്കൊണ്ട് ആർജിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി ജീവിക്കുകയും അള്ളാഹുവിന്റെ തൃപ്തിയും ഇഷ്ടവും നേടിയവരായി മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നതിനു വേണ്ടി ജീവിതത്തിൽ അങ്ങേയറ്റം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സകല ചരാചരങ്ങളെയും സൃഷ്ടിക്കുകയും സൃഷ്ടിക്കപ്പെട്ടതായ ജീവജാലങ്ങൾക്ക് ഈ ദുനിയാവിൽ സ്വസ്ഥമായി ജീവിച്ചു പോകുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനുഷ്യന്മാരുടെയും മറ്റു ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനു വേണ്ടി ഒരുപാട് വികാരങ്ങൾ അവയിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യന്റേതായ കുറെ വികാരങ്ങളുണ്ട്. സകല ജീവജാലങ്ങൾക്കും വികാരങ്ങളുണ്ട്. സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരു വികാരമാണ്. സഹാനുഭൂതി, കരുണ, കൃപ എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന അല്ലെങ്കിൽ ജീവിയുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു തരം വികാരങ്ങളാണ്. അതേപോലെ തന്നെ എതിരായ ചില കാര്യങ്ങളുണ്ട്. കോപിക്കുക, ദേഷ്യം പിടിക്കുക, അനിഷ്ടം കാണിക്കുക, വെറുപ്പ് പീഡിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? മനസ്സിലുള്ള അനിഷ്ടത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കോപിക്കുകയും ദേഷ്യം പിടിക്കുകയും അനിഷ്ടം കാണിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ എന്താണ്? വികാരങ്ങളാണ്. ഇതൊക്കെ മനുഷ്യന് അല്ലാഹു തആല നൽകിയിട്ടുള്ള വികാരങ്ങളാണ്. ഇതൊക്കെ ആവശ്യമല്ലേ? എല്ലാം ആവശ്യമാണ്. എല്ലാം ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടായെങ്കിലേ മനുഷ്യന്റെ ജീവിതം ശരിയായി തീരുകയുള്ളൂ. ഈ പറഞ്ഞ വികാരങ്ങളെ നേരെ ചൊവ്വ ഉപയോഗിക്കുകയും തെറ്റായ മാർഗത്തിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ ശരിയായ മനുഷ്യനും ഒരാൾ ശരിയായ മുസ്ലിമും മൂമിനുമായി തീരുന്നത്.
ഒരാൾ ശരിയായ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ അയാൾ ശരിയായ മുസ്ലിം ആവുക എന്നാണ് അർത്ഥം. ഒരാൾ ശരിയായ മുസ്ലിമും മോമിനുമായി എന്ന് പറഞ്ഞാൽ അവൻ ശരിയായ മനുഷ്യനായി എന്നാണ് അർത്ഥം. അങ്ങനെ ആകണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള അല്ലാഹു തആല മനുഷ്യന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി തന്നിട്ടുള്ള ഈ പറഞ്ഞ വികാരങ്ങളെ വളരെ സന്തുലിതമായി ആവശ്യത്തിന് ഉപയോഗിക്കുകയും അനാവശ്യത്തിന് ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാകാം. അപ്പോഴാണ് എന്താണ് അത് സന്തുലിതമായ ഒരു സംഗതിയാണ്. ചില ഉദാഹരണങ്ങളിലൂടെ ഞാനത് വിശദീകരിക്കാം. ഉദാഹരണത്തിന് നമ്മൾ കോപിക്കുന്നു. കോപം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണെന്ന് ചോദിച്ചാൽ കോപിക്കുന്നവരെ അധികം ആൾക്കാരും ഇഷ്ടമല്ല. കോപിക്കുന്ന വാപ്പാനെ മക്കൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ദേഷ്യം പിടിക്കുന്ന വാപ്പാരെ ഉമ്മാരും ഇഷ്ടമുണ്ടാവില്ല. അധ്യാപകന്മാരെ ഇഷ്ടമുണ്ടാവില്ല. കോപം എന്ന് പറഞ്ഞാൽ പൊതുവെ ആളുകൾക്ക് അനിഷ്ടമുണ്ടാകുന്നൊരു കാര്യമാണ്. പക്ഷെ കോപം എന്ന് പറഞ്ഞാൽ അനിവാര്യമായ കാര്യമാണ്. കോപിക്കേണ്ട സമയത്ത് ഒരുത്തൻ കോപിക്കുന്നില്ല എങ്കിൽ അവനൊരു മനുഷ്യനല്ല, അവനിൽ വിശ്വാസത്തിന്റെ കണികയില്ല എന്നാണ് അർത്ഥം. അനിഷ്ടകരമായ കാര്യങ്ങൾ കാണുമ്പോ ആ അനിഷ്ടം വെളിപ്പെടുത്തുകയും രേഖപ്പെടുത്തുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാൻ കഴിയുന്നവനാണ് ഒരു ശരിയായ മനുഷ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതി വബിലിസാനിഹി ഫഇൻ ലം യസ്തതി വബിഖൽബിഹി വദാലിക അളഅഫുൽ ഈമാൻ. നിങ്ങൾ ആരെങ്കിലും മൻ റആ മിൻകും മുൻകറൻ, ഒരു മോശപ്പെട്ടൊരു കാര്യം, മുൻകർ വൃത്തികെട്ട ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും കണ്ടെന്ന് വെക്കുക, ഫൽയുഗയ്യിറുഹു ബിയദിഹി, അത് അവനവന്റെ കൈകൊണ്ട് തടയട്ടെ എന്നാണ്. തെറ്റായ തിന്മയായ ഒരു തോന്നിവാസം കണ്ടു കഴിഞ്ഞാൽ കൈകൊണ്ട് തടയാൻ കഴിയുന്നവൻ കൈകൊണ്ട് തടഞ്ഞിരിക്കണം. വൈലം യസ്തതി, ഇനി അതിനൊരാൾക്ക് കഴിയുന്നില്ലെങ്കിലോ ഫബിലിസാനി, അവനവന്റെ നാക്കുകൊണ്ട് ഗുണദോഷിച്ചിരിക്കണം. തെറ്റായ കാര്യമാണ് എന്നത് തെറ്റായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അയാൾക്ക് ബാധ്യതയുണ്ട്. ഇനി അതിനും അയാൾക്ക് കഴിയുന്നില്ലെങ്കിലോ വൈലം യസ്തതി വബിഖൽബിഹി, അവനവന്റെ ഹൃദയം കൊണ്ട് അതിനെ വെറുത്തിരിക്കണം. വദാലിക അളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശാണ്. അതും ഒരാളെ മനസ്സിലില്ല എങ്കിൽ ഓനിൽ ഈമാൻ ബാക്കിയായി കിടക്കുന്നില്ല എന്നാണ് അർത്ഥം. ഒരു തിന്മ, കൊടിയ തിന്മ, ഒരു തോന്നിവാസം പബ്ലിക്കായി കാണുമ്പോ അത് പാടില്ല, ചെയ്യരുതാത്തതാണ് തടയാൻ കഴിയണം. എല്ലാവർക്കും തടയാൻ പറ്റുമോ? പറ്റൂല. എന്നാ തടയാൻ പറ്റുന്ന വേദികളില് ഉണ്ട്. അവനവന്റെ വീട് അവനവന്റെ വേദിയാ, അവനവന്റെ മക്കളെ അവനവൻ തടയാ. കൈ കൊണ്ട് അടിക്കേണ്ടി വന്നാൽ അടിക്ക, അതവിടെ ചെയ്യണം. അത് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളിൽ അത് ചെയ്തിരിക്കണം. ഇനി അതും ചെയ്യാൻ പറ്റാത്ത ചില സന്ദർഭം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ എന്താ ചെയ്യാ? അങ്ങനെ ചെയ്യാൻ പറ്റാത്തവനാണെങ്കിൽ ഉപദേശിക്കണം, നാക്കുകൊണ്ട് പറയാം, ശരിയല്ല, നീ ചെയ്തത് തെറ്റാണ്, അത് തോന്നിവാസമാണ്, അത് നമുക്ക് പറ്റാത്ത കാര്യമാണ്, ഇന്ന കാരണത്തിൽ മോശമാണ്, പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇനി അതിന് ചിലപ്പോൾ ഒരുപക്ഷെ കഴിയാണ്. വാക്കുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തല വെട്ടിപ്പോണ കാലം ഉണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ മിണ്ടാൻ പറ്റാത്ത സാഹചര്യം, മനസ്സിന്റെ ഉള്ളിൽ ഈ തോന്നിവാസത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ വെറുപ്പ് ഒരാളുടെ മനസ്സിലില്ല എങ്കിൽ അവനിൽ ഈമാൻ അവശേഷിക്കുന്നില്ല. അപ്പൊ ഇവിടെ എന്താണ്? വെറുക്കേണ്ട കാര്യത്തെ വെറുക്കുക. അനിഷ്ടകരമായ കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനോട് യാതൊരു തരത്തിലും മാനസികമായി യോജിക്കാത്ത, വെറുക്കേണ്ടയും വിരോധിക്കേണ്ടയും കോപിക്കേണ്ടയും സന്ദർഭമാണ് എങ്കിൽ അത് ചെയ്യാൻ ഒരാൾക്ക് കഴിയുക എന്നതെന്താണ്? അയാൾ മനുഷ്യനാണ് എന്നതിന്റെ രേഖയാണ്. അയാൾ യഥാർത്ഥ മുസ്ലിമാണ് എന്നതിന്റെ രേഖയാണ്. ഇതൊക്കെ കണ്ടിട്ടും നിസ്സംഗമായി നോക്കി നിൽക്കുന്ന ഒരുത്തനെ സംബന്ധിച്ച് അവരിൽ മനുഷ്യത്വം എന്ന് പറഞ്ഞ സംഗതിയില്ല, ഈമാനും ഇസ്ലാമും ബാക്കിയായി കിടക്കില്ല. ഇനി ഇതേ സ്വഭാവം കോപിക്കുക എന്ന് പറഞ്ഞതിൽ മോശപ്പെട്ട സംഗതിയാവുന്നപ്പ കണ്ടതിനും കേട്ടതിനും മുഴുവനും ദേഷ്യം പിടിക്കുകയും ഒരാൾക്ക് ചെന്നൊരു കാര്യം പറയാൻ പോലും കഴിയാത്ത വിധത്തിൽ പെരുമാറുകയും ചെയ്യുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാം. ഒരാളെടുത്തേക്ക് ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് കേട്ടിരിക്കാനോ മനസ്സിലാക്കാനോ പ്രതികരിക്കാനോ മാന്യമായി പെരുമാറാനോ കഴിയാത്ത വിധം ഏത് സമയവും കോപിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതും ഒരു മോശപ്പെട്ട സ്വഭാവമാണ്. അപ്പൊ സന്തുലിതമല്ല. കോപം എന്ന് പറയുന്ന വികാരം സന്തുലിതമല്ലാതെ പോവുക. ആവശ്യത്തിന് കോപിക്കുക, ആവശ്യമില്ലാത്തതിനും കോപിക്കുക, അങ്ങനെ പറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മോശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം വിശദീകരിക്കുന്ന സ്ഥലത്ത് പറയുന്നു, വലൗ കുന്ത ഫല്ലൻ ഖലീലൽ ഖൽബി ലം ഫദ്ദൂ മിൻ ഹൗലി, താങ്കളങ്ങാനൊരു പരുഷമായ സ്വഭാവക്കാരനോ ഒരു കഠിന ഹൃദയനോ ആയിരുന്നുവെങ്കിൽ താങ്കളുടെ ചുറ്റും ആളുകൾ നിൽക്കുമായിരുന്നില്ല, അവർ തിരിഞ്ഞു പോകുമായിരുന്നു. അതാണ്. അപ്പൊ നമ്മുടെ പെരുമാറ്റവും സ്വഭാവവും നന്നായി തീരണം. അതെങ്ങനെയാണ്?
കോപിക്കേണ്ട കാര്യത്തിൽ കോപിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോപിക്കേണ്ട സമയത്ത് കോപിച്ചിട്ടുണ്ട്. മിമ്പറിൽ പ്രസംഗിക്കുന്ന സമയത്ത് കണ്ണ് ചുവന്നിട്ടുണ്ട്. ഉപദേശിക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം ശക്തമായ ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം. ഇതാണ് എന്ത്? മനുഷ്യൻ അല്ലാഹു തആല നൽകിയിട്ടുള്ള വികാരങ്ങളെ ഉദാത്തമായ രീതിയിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ മനുഷ്യനായിത്തീരുന്നത്, മുഅ്മിനായിത്തീരുന്നത്. ഇനി ഇതേപോലെയുള്ള എല്ലാ കാര്യങ്ങളെയും നമ്മൾ എടുത്തു നോക്കുക. സ്നേഹിക്കുക എന്ന് പറയുന്നത് എന്താണ്? ഒരു വികാരമാണ്. സ്നേഹം എന്ന് പറയുന്ന ഒരു വലിയ വികാരമാണ്. ഇഷ്ടം ഒരു വികാരമാണ്. കാരുണ, സഹാനുഭൂതി എന്നൊക്കെ പറയുന്ന ഒരു വലിയ അല്ലാഹു തആല മനുഷ്യരിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ്. സ്നേഹമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സങ്കല്പിക്കാം. സ്നേഹമില്ലാത്ത ഒരു ലോകം, അലിവില്ലാത്ത, കരുണയില്ലാത്ത, കൃപയില്ലാത്ത ഒരു ലോകമാണെങ്കിൽ അവിടെ മനുഷ്യനുണ്ടാവില്ല, അവിടെ ജീവികൾ നിലനിൽക്കൂല, ആർക്കും ജീവിക്കാൻ കഴിയില്ല. കാരുണ്യം എന്ന് പറയുന്ന സംഗതി അല്ലാഹു തആല ജീവലോകത്ത് നൽകിയത് കൊണ്ടാണ് ജീവലോകം നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് കവി പറഞ്ഞല്ലോ, സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. ഈ ലോകത്തിന്റെ സകലത്തിന്റെയും സാരം എന്ന് പറഞ്ഞാൽ സ്നേഹം ഉള്ളത് കൊണ്ടാണ്. സ്നേഹം ഉള്ളിടത്ത് എന്തുണ്ടാകുന്നുള്ളൂ? കാര്യങ്ങളുടെ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. സ്നേഹമില്ലാത്തടത്ത് അതുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 100 കാരുണ്യമുണ്ട്. മിഅതു റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാമി. അള്ളാഹുവിന്റെ 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യത്തെ അല്ലാഹു തആല അൻസല ഇറക്കി, ഈ ഭൂമിയിലേക്ക് ഇറക്കി, അല്ലെങ്കിൽ സൃഷ്ടിലോകത്തിലേക്ക് ഇറക്കി. അതായത് ജിന്നിന് കൊടുത്തു, മനുഷ്യന് കൊടുത്തു, കന്നുകാലികൾക്ക് കൊടുത്തു, ഇഴജന്തുക്കൾക്ക് കൊടുത്തു, എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തു. അള്ളാഹുവിന്റെ 99 കാരുണ്യമാണ് ബാക്കിയാണ്. 1% ഭൂമി ലോകത്ത് അല്ലാഹു തആല കൊടുത്തു, അല്ലാഹു സൃഷ്ടി ലോകത്തേക്ക് കൊടുത്തു. ആ ഒരു കാരുണ്യം കൊണ്ടാണ് ജീവജാലങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും കരുണയിൽ വർത്തിക്കുകയും ചെയ്യുന്നത്. ആ കാരുണ്യമുള്ള ഒരു പ്രസവിച്ച ഒരു മൃഗം, ആ മൃഗം തന്റെ കാല് തന്റെ കുഞ്ഞിന്റെ മേൽ ചവിട്ടാതെ തൊടാതെ സംരക്ഷിക്കണം എന്നതിന് തോന്നുന്നത് ഈ കാരുണ്യമുള്ളത് കൊണ്ടാണ്. കാരുണ്യം എന്ന് പറയുന്ന വികാരം അല്ലാഹു തആല സൃഷ്ടി ലോകത്ത് കൊടുത്തിട്ടില്ല എങ്കിൽ ഇത് പരിഗണിക്കൂല. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാത്തിന്റെയും അടിത്തറ അല്ലാഹു തആല നൽകിയിട്ടുള്ള കാരുണ്യം. ബാക്കിയുള്ള 99% കാരുണ്യം അല്ലാഹു തആല മാറ്റിവെച്ചിരിക്കുകയാണ്. യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ ശരിയായ അടിമകളായി വരുന്ന എല്ലാരും ദുനിയാവിൽ അള്ളാന്റെ അടിമ, എല്ലാ കാഫർ മുശ്രിക്കും മൂമിനും ഒക്കെ ദുനിയാവിൽ അള്ളാന്റെ അടിമ. പക്ഷേ ആ കാരുണ്യം പാരത്രിക ലോകത്ത് കിട്ടാനില്ല. അവിടെ മൂമിനീങ്ങൾക്ക് മാത്രമുള്ള കാരുണ്യം. ആ കാരുണ്യം മൂമിനീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ച കാരുണ്യം 99% എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജീവിതം, മരണം തന്നെ സംഭവമല്ല, അവസാനിക്കാത്തൊരു ലോകമാണ് പിന്നെ വരാനുള്ളത്. ആ ലോകത്ത് അല്ലാഹു തആല നൽകുന്ന കാരുണ്യം, അവന്റെ സ്വർഗം, അവന്റെ ഔദാര്യം, കാരുണ്യാണ്. ആ കാരുണ്യം അവിടേക്ക് മാറ്റിവെച്ചതാണ്. ബാക്കിയുള്ള 1% കൊണ്ടുള്ള കാരുണ്യമാണ് ഈ ദുനിയാവിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യം. അതുകൊണ്ട് എന്തെല്ലാം അത്ഭുതങ്ങളായി ഈ ദുനിയാവിൽ കാണുന്നത്. നമ്മുടെ ചുറ്റുപാടത്തിൽ കണ്ണോടിച്ചു നോക്കിയാൽ എന്തെല്ലാം അത്ഭുതങ്ങൾ നമുക്ക് കാണാം. ഒരു കോഴി, നമ്മുടെ വീട്ടിൽ വളരുന്ന ഒരു കോഴി, അത് മുട്ടയിട്ട് കഴിഞ്ഞാൽ അതിന്റെ ശരീരത്തിൽ ചൂട് പ്രത്യക്ഷപ്പെടും. അപ്പോഴാണ് അടയിരിക്കാൻ തോന്നുന്നത്. അങ്ങനെ അടയിരിക്കാൻ തോന്നുന്ന കോഴിക്ക് നമ്മൾ മുട്ട വെച്ചു കൊടുത്താൽ 22 ദിവസം ഈ കോഴി അതിനു വേണ്ടി ഉറക്കമൊഴിച്ച് ഊണും എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ചിരിക്കുകയാണ്. 22 ഭക്ഷണമല്ല, വെള്ളമല്ല, 24 മണിക്കൂറിനിടയിൽ ഒരു 5 മിനിറ്റ് പുറത്തു പോയെങ്കിലല്ലോ അത്ര കഠിനമായി പരിശ്രമിച്ച് 22 ദിവസങ്ങൾ ഇരുന്നിട്ടാണ് അതിന്റെ കുഞ്ഞ് വിരിയുന്നത്. അങ്ങനെ കുഞ്ഞ് വിരിഞ്ഞ് അത് വളർന്ന് അതിന് ചിറക് വെച്ച് അത് സ്വന്തം കാലിൽ നിൽക്കാൻ എടുക്കുന്ന സമയം വരേക്കും അതിനെ യാതൊരു പോറലും ഏൽക്കാതെ പരിരക്ഷിക്കുന്ന ഒരു മാതാവ് ഈ കോഴി എന്ന് പറയുന്ന ജീവിയിലുണ്ട്. എന്തിനാ അപ്പൊ അത് എത്ര കാരുണ്യം കാണിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഈ കോഴിക്കുഞ്ഞ് വലുതായി വളർന്നിട്ട് ഈ കോഴിക്ക് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. യാതൊരു ഫായിദയും ആ കോഴിക്ക് കിട്ടാനില്ല. എന്നിട്ടും എന്ത് ചെയ്യുന്നു?
അതിന് അങ്ങേയറ്റം അലിവും കരുണയും നൽകുന്നു. താൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ മക്കൾക്ക് കൊടുത്തു വളർത്തുന്നു. അതാണ് കാരുണ്യം. ആ കാരുണ്യം ഉള്ളതുകൊണ്ടാണ് കോഴിക്കുഞ്ഞെന്ന് പറഞ്ഞ സാധനം ദുനിയാവിൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാവില്ല. ഇങ്ങനെ ഓരോ ജീവിയെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യം. കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയില് ഒരു വീഡിയോ ക്ലിപ്പ് പ്രചരിക്കുകയുണ്ടായി. ആ വീഡിയോ ക്ലിപ്പിൽ രണ്ട് അണ്ണാൻ, വളരെ കൗതുകരമായ ഒരു കാഴ്ചയാണ്. രണ്ട് അണ്ണാൻ, അതിൽ ഒരു അണ്ണാന് ഒരു വലിയ പാമ്പ് വന്നിട്ട് പിടിച്ച് ചുറ്റി വരിഞ്ഞിരിക്കുന്നു. ഈ ചുറ്റി വരിഞ്ഞിരിക്കുന്ന ഈ അണ്ണാന് രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റേ അണ്ണാൻ നടത്തുന്ന ദീർഘനേരം കാണിക്കുന്ന പരിശ്രമമാണ്. ആ അണ്ണാൻ ഇതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന പണി, പാമ്പിന്റെ മേലെ ചാടി വീഴുന്നു, കടിക്കുന്നു, കീറുന്നു. അങ്ങനെ കഠിനമായി പരിശ്രമിച്ച് തന്റെ സഹജീവിയായ അണ്ണാനെ ഈ വലിയ പാമ്പിൽ നിന്നും രക്ഷപ്പെടുത്തി അതിനെ കടിച്ച് മരത്തിൽ കയറി പോകുന്ന ചിത്രമാണ്. ഈ അണ്ണാൻ വിചാരിക്കാണ്, ഏതായാലും ഒന്ന് പോയില്ലേ, പാമ്പിന്റെ വായിൽ അകപ്പെട്ടില്ല, ഇനി എന്തിനാ ഞാൻ അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് എന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ആ കാരുണ്യം ആ ജീവിയിൽ അല്ലാഹു തആല നിക്ഷിപ്തമാക്കി വെച്ചിട്ടില്ലെങ്കിൽ അത് രക്ഷപ്പെടൂല. അപ്പൊ രക്ഷപ്പെടുത്തുന്നതും സംരക്ഷിക്കുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവലോകത്തിന്റെ മനസ്സിൽ അതിന്റെ സൃഷ്ടിപ്പിൽ നൽകിയിട്ടുള്ള ഈ വികാരം, സ്നേഹം എന്ന് പറഞ്ഞ വികാരം കൊണ്ടുണ്ടാകണം. എല്ലാ വികാരത്തിന്റെയും അങ്ങേയറ്റത്ത് അല്ലാഹു തആല നൽകുന്ന ഒരു കാരുണ്യമുണ്ട്. എല്ലാരും കൈയൊഴിഞ്ഞാലും ആരും സഹായിക്കാനില്ലാതിരുന്നാലും അവിടെ അള്ളാഹുവിന്റെ ഒരു കാരുണ്യം പ്രത്യക്ഷപ്പെടും. അങ്ങനെയും ചില രംഗങ്ങൾ നമ്മൾ കാണുന്നു. ഇപ്പൊ എല്ലാ ജീവികളും, എല്ലാ പക്ഷികളും അടയിരിക്കാറില്ല. ചില പക്ഷികൾ അടയിരിക്കാത്ത പക്ഷികളുണ്ട്. കുയില് ആ കൂട്ടത്തിൽപ്പെട്ടൊരു പക്ഷിയാണ്. മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. കുയില് അടയിരിക്കില്ല, പക്ഷെ മുട്ടയിടും. പക്ഷേ കുയിലിന്റെ കുഞ്ഞുങ്ങളുണ്ടാകുന്ന അടയിരിക്കാത്ത കുയിലിന് എങ്ങനെ കുഞ്ഞുണ്ടാകുമെന്ന് ചോദിച്ചാൽ അതിന് അല്ലാഹു തആല ഒരു വഹി കൊടുത്തു. നീ കാക്കയുടെ കൂട്ടിൽ പോയി മുട്ടയിട്ട. കാക്ക അടയിരിക്കുന്ന സമയത്ത് കാക്കയുടെ കൂട്ടിൽ പോയിട്ടാണ് കുയിൽ മുട്ടയിടുന്നത്. ആ കാക്കയാണ് ഈ കുയിലിന്റെ മുട്ട അടയിരുന്ന് വിരിയിച്ച് അതിനെ സംരക്ഷിച്ച് പുറത്തിറക്കുന്നത്. അത് പോകാൻ സമയമാകുന്നതിന്റെ സംരക്ഷണം കാക്കയിലോട് കൊടുക്കാൻ. അപ്പൊ കുയില് എന്ന് പറയുന്ന ജീവിക്ക് കുഞ്ഞിനെ പോറ്റാനുള്ള കാരുണ്യം അല്ലാഹു നൽകിയില്ല. പകരം അതിനൊരു പകരം അല്ലാഹു തആല സിസ്റ്റം, ഒരു സംവിധാനം നിശ്ചയിച്ചു. അങ്ങനെ അല്ലാഹു തആല സംരക്ഷിച്ചു കൊടുത്തു. ഇങ്ങനെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അള്ളാഹിന്റെ കാരുണ്യം ഈ പറഞ്ഞതിലൊക്കെ അപ്പുറത്ത് നിലനിൽക്കുന്ന സംഗതിയാണ്. ഈ പറയുന്ന കാരുണ്യം ഒരാളെ മനസ്സിലില്ലെങ്കിലോ ഇനി അതിന്റെ ഒരു ഫലം എന്താ നിങ്ങൾ പരിശോധിച്ചോ. നമ്മൾ കരുണ കാണിക്കേണ്ട, നമ്മൾ ഇഷ്ടപ്പെടേണ്ട, നമ്മൾ സ്നേഹിക്കേണ്ട, നമ്മൾ സഹാനുഭൂതി കാണിക്കേണ്ട ആളുകൾ, നമ്മുടെ ബാധ്യതയിൽപ്പെട്ടവരായ ആളുകൾ ഈ ദുനിയാവിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതിനോടൊന്നും ഈ പറയുന്ന കാരുണ്യമോ അലിവോ സഹാനുഭൂതിയോ സ്നേഹമോ കൃപയോ ഒരാൾക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ കൊടിയ നന്ദി കെട്ടവൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പറയാം, നമ്മൾ 10-20 വയസ്സ് വരെ നമ്മൾ വളരാനും നമുക്ക് സംരക്ഷണം നൽകുന്ന ആരാ? നമ്മളെ മാതാപിതാക്കന്മാരാണ്. എത്രമാത്രം വലിയ കഷ്ടപ്പാടാണ് മാതാപിതാക്കന്മാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഉമ്മ 10 മാസം ഗർഭം ചുമന്ന് കഷ്ടപ്പെട്ട് പ്രസവിക്കണം, എന്നിട്ട് 2 വർഷം മുലയൂട്ടണം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വലുതാക്കാനും അവന് വേണ്ട പരിചരണങ്ങൾ നൽകാനും 10, 15, 20 വർഷം മാതാപിതാക്കന്മാർ കഷ്ടപ്പെടണം. അങ്ങനെ കഷ്ടപ്പെടുത്തി വളർത്തിയിട്ടുള്ള ഈ കുഞ്ഞുങ്ങൾ മാതാപിതാക്കന്മാർ വയ്യാതെയാകുമ്പോ അവർക്ക് 10, 60, 70 വയസ്സായി മൂലയിലായി ഇനി ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറയുന്നൊരു സാഹചര്യം വരുന്നൊരു പ്രത്യേകമായ സന്ദർഭത്തിൽ ഈ പറയുന്ന മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ അവൻ മനുഷ്യനല്ല. അവനെ കുറിച്ച് മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല, മൃഗം എന്ന് പറയാൻ പറ്റില്ല. കാരണം മൃഗത്തിന് കാരുണ്യമുണ്ട്. ഈ പറഞ്ഞ കാരുണ്യങ്ങളൊക്കെ അല്ലാഹു തആല മൃഗത്തിൽ നിക്ഷിപ്തമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൃഗലോകം മുഴുവൻ നിൽക്കുന്നത്. ആ മൃഗത്തെക്കാളും മതപ്പതിക്കുന്ന തരത്തിൽ തന്റെ മാതാപിതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരായ ആൾക്കാർ കൊടുക്കുന്നില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? കാരുണ്യം എന്ന് പറയുന്ന അല്ലാഹു തആല നൽകിയിട്ടുള്ള വിലപ്പെട്ട സമ്പാദ്യം അത് പിശുക്ക് കാണിക്കുന്നവനാണ് അവൻ മനുഷ്യനല്ല, മനുഷ്യനായി കാണാൻ പറ്റൂല. അപ്പോ ഈ പറഞ്ഞ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്തെല്ലാം വികാരങ്ങൾ നൽകിയോ അതൊക്കെയും നമ്മുടെ ആവശ്യത്തിനുള്ളതാണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിലാണ്, സൃഷ്ടിലോകത്തിന്റെ നിലനിൽപ്പിനുള്ളതാണ്. ആ നിലമിൽ അത് ശരിയായ വിധത്തിൽ ഒരാൾ ഉപയോഗിക്കുന്നില്ല. അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നില്ല, അത് അസ്ഥാനത്താണ് ഉപയോഗിക്കുന്നത്. രണ്ടും പ്രശ്നമാണ്. മനുഷ്യ സമൂഹത്തിന്റെ കുഴപ്പത്തിനും നാശത്തിനും അത് കാരണമായി തീരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി സ്നേഹം എന്ന് പറഞ്ഞേ, നമ്മൾ സ്നേഹിക്കേണ്ടവരായ ആളുകൾ ആർക്കാ? പല ആളെയും നമ്മൾ സ്നേഹിക്കണം. നമ്മുടെ ഉമ്മാനോട് നമുക്ക് സ്നേഹമാണ്.
നമ്മുടെ ഭാര്യയോട് നമുക്ക് സ്നേഹമാണ്, നമ്മുടെ പെൺമക്കളോട് നമുക്ക് സ്നേഹമാണ്. ആ 3 സ്നേഹം ഒരുപോലെയാണോ? ഉമ്മാനെ ഒരാൾ സ്നേഹിക്കുന്ന സ്നേഹവും തന്റെ ഭാര്യയെ ഒരാൾ സ്നേഹിക്കുന്ന സ്നേഹവും തന്റെ പെൺമക്കളെ സ്നേഹിക്കുന്ന സ്നേഹം ഒരുപോലെയാണോ? അല്ല. അതിന് 3നും 3 വികാരമാണ്. 3 തരത്തിലുള്ള വികാരമാണ് ഈ 3 തരം സ്നേഹമുണ്ടാകാനുള്ള കാരണം. അത് നമ്മൾ ചെയ്യേണ്ട മകളെ സ്നേഹിക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ഉമ്മാനെ സ്നേഹിക്കുക, ഉപ്പാനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞെന്താ ഒരു വിശ്വാസിയുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ആ ബാധ്യത അയാൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനായി തീർന്നു. ഇനി അതേ സ്നേഹം നമ്മൾ അയൽവക്കത്തുള്ള പെൺകുട്ടിയോട് കാണിക്കാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. അപ്പൊ സ്നേഹം എന്തായി? വഴി മാറി. നമ്മൾ സ്നേഹിക്കേണ്ടവരാണ് സ്നേഹിക്കണം. അയൽവക്കത്തുള്ള ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയെ സ്നേഹിച്ചു വെക്കാം. ആ സ്നേഹം എന്താണ്? ഹറാമായ സ്നേഹമാണ്. അത് നമ്മളൊന്ന് ഗൗരവത്തിലെടുക്കണം. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യം നിങ്ങളെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇതിന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഫിത്നയാണ്. കല്യാണത്തിന്റെ വേദികളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കൊടിയ ഫിത്നകളിൽ ഒന്നാണിത്. ആണും പെണ്ണും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഒരാണിനൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുകയാണെങ്കിൽ ഉടനെങ്ങോട്ട് എന്ത് ചെയ്യാണ്? കല്യാണം ആവശ്യമല്ല, ലിവിങ് ടുഗദറാണ്. ഇപ്പൊ ആധുനിക തലമുറയിൽ ലിവിങ് ടുഗദർ. എനിക്ക് അവളോട് ഇഷ്ടമാണ്, അവൾക്ക് എന്നോട് ഇഷ്ടമാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. കല്യാണം എന്തോ ഇല്ല. ഓന്റെ ജാതി ഏത്, ഓന്റെ മതമേത്, ഓന്റെ വിശ്വാസമേത് എന്നൊന്നും പരിശോധിക്കുന്നില്ല. അങ്ങനെ ഒരു പരിശോധനയും ആവശ്യമില്ല. അവനവന് ഇഷ്ടം, ഇതിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജീവിക്കുന്ന അത്തരമൊരു കൾച്ചർ നമ്മുടെ സമൂഹത്തിൽ പാശ്ചാത്യ ലോകത്ത് നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. അത് നന്നായി നമ്മുടെ ലോകത്ത് സ്വാധീനം ചെലുത്തി വരുന്നുണ്ടെന്ന് മാത്രമല്ല, ഈ സ്വാധീനം എവിടെ നിങ്ങൾ എത്തുന്നറിയോ? ശരിയായ തൗഹീദുള്ളവരായ ആളുകളുടെ കുടുംബത്തിൽ പോലും ഈ ഫിത്ന വന്ന് കയറിയിട്ടുണ്ട്. അല്ലാത്തവരെ നമുക്ക് വിടാം. കാരണം പല തരത്തിലുള്ള പ്രശ്നങ്ങളിലാണ്. ഈ നാട്ടില് ഈ പറയുന്ന വിഷയത്തിൽ ഏറ്റവും സമുന്നതമായ നിലവാരത്തിൽ ഉണ്ടായിരുന്നവരായ ആളുകളാരാ? തൗഹീദ് പ്രബോധകന്മാരായ അതിന്റെ വക്താക്കളും അതിന്റെ സംഘടനക്കാരും ഒക്കെ ആയവരായ ആളുകളാണ്. ഈ വിഷയത്തിലൊക്കെ ഏറ്റവും മേന്മയുള്ള ജീവിതം നയിച്ചവരായ ആളുകൾ. എന്നാൽ അങ്ങനെയുള്ള കുടുംബത്തിൽ ഈ ഫിത്ന കയറിയിട്ടുണ്ടെന്നല്ല. 1, 2, 3 ഉദാഹരണങ്ങളൊന്നല്ല, ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. കേരളീയ സമൂഹത്തിന്റെ നവോത്ഥാനത്തിന്റെ നായകപ്പട്ടം അലങ്കരിക്കുന്ന ഒരു മഹാനായ മനുഷ്യന്റെ പേരക്കുട്ടി കഴിഞ്ഞ ദിവസത്തിൽ ഇതുപോലെ കല്യാണം കഴിച്ചു വന്നു. കല്യാണമൊന്നുമില്ല, ലിവിങ് ടുഗദർ. ഇങ്ങനെ 1, 2 കേസാണോ? ഈ പറയുന്ന ഫിത്ന നമ്മുടെ ഉമ്മത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. ഏത് സമയത്താണ് എന്റെയും നിങ്ങളുടെയും മക്കൾക്ക് ഈ ഗതികേട് വരിക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ കാര്യത്തിൽ നല്ല ഉത്തരവാദിത്തമുണ്ട്, നല്ല ശ്രദ്ധ ഉണ്ടാകണം, നല്ല കാഴ്ചപ്പാടുണ്ടാകണം. അല്ലെങ്കിൽ ഈ ഫിത്ന നമ്മളെ വന്ന് വരിഞ്ഞ് വിഴുങ്ങി മുറുക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ലോകത്ത് വരും. ആണും പെണ്ണും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിക്കേണ്ട ബന്ധമാണ്. സ്നേഹം ഉണ്ടാവും, അത് വേറെ വിഷയം. അത് അല്ലാഹു തആല നിശ്ചയിച്ച കാര്യമാണ്. ഒരു പെണ്ണിന് ഒരാണിനോട് സ്നേഹം, ഒരാണിന് പെണ്ണിനോട് സ്നേഹം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയിൽ നിശ്ചയിച്ചിട്ടുള്ള നിയമമാണ്. അത് നടക്കും. അത് കുറ്റകരമാണെന്ന് ചോദിച്ചാലോ അല്ല. പക്ഷെ അങ്ങനെയുള്ള സ്നേഹത്തിൽ നിന്നാണ് വിവാഹം എന്ന് പറയുന്ന രണ്ടാമതൊരു സംഗതി ഉണ്ടാകാൻ പോകുന്നത്. പക്ഷെ അവിടെയൊക്കെ ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും അധികം നിയമമുള്ള ഒരു കാര്യമാണെന്ത്? വിവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. അത് വളരെ സാമൂഹ്യമായ ഭദ്രതയുള്ള ഒരു സംഗതിയായി മാറേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഈ പറഞ്ഞ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളെയും ബലിയർപ്പിക്കുന്ന തരത്തിലുള്ള സംഗതികളാണ് ദുനിയാവിൽ നടക്കുന്നത്. മുഹമ്മദ് സാലിഹ് ഉസൈമിൻ റഹിമഹുല്ലാ അദ്ദേഹത്തിനോട് ഈ വിഷയത്തിൽ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ കാലത്ത് മുഹമ്മദ് സാലിഹ് ഉസൈമിൻ റഹിമഹുല്ലാ ഏകദേശം ഒരു 40 കൊല്ലം മുമ്പ് മരിച്ചുപോയിട്ടുള്ള ഒരു മഹാപണ്ഡിതനാണ്. അദ്ദേഹത്തോട് ഫത്വ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ ഈ പ്രേമവുമായി ബന്ധപ്പെട്ടൊരു ഫത്വയാണ്. കത് യസ്മാവും അതിന്റെ എങ്ങനെയാണ് അതിനെ കുറിച്ച് വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറയാം, കത് യസ്മാവുൽ ഇൻസാനു അൻ ഇംറഅത്തിൻ, ഒരു പക്ഷേ ഒരു പുരുഷൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ പറ്റി കേൾക്കാം, ദാതു ഖുലുഖിൻ ഫാദിൽ, നല്ല സ്വഭാവക്കാരിയാണെന്നാ കേൾക്കുന്നത്, ദാതു ഇൽമിൻ, നല്ല ഇൽമുള്ളവളാണ് അവരിന്ന് കേൾക്കുന്നു. അപ്പൊ വേറെ ഏതെങ്കിലും വഴിയിലൂടെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ സ്വഭാവത്തെക്കുറിച്ചും പെരുമാറ്റത്തെക്കുറിച്ചും ഒക്കെ ഒരു പുരുഷൻ കേൾക്കുന്നു. അപ്പൊ ആ പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തരക്കേടില്ല എന്ന് ഇയാളുടെ മനസ്സിൽ തോന്നുന്നു. അത് തെറ്റാണോ? അല്ല.
അത് പ്രകൃതിപരമായ ഒരു കാര്യമാണ്, നിയമപരമായ കാര്യമാണ്. അപ്രകാരം തന്നെ ഹിയ ഒരു പെണ്ണ് തസ്മഉ അൻ ഹാദർ റജുൽ ഈ പറഞ്ഞ പുരുഷനെ കുറിച്ച് കേൾക്കുന്നു ബി അന്നഹു ദു ഖുലുഖിൻ ഫാളിൽ നല്ല ശ്രേഷ്ഠമായ സ്വഭാവത്തിന്റെ ഉടമയാണ് അയാളെന്ന് കേൾക്കുന്നു. വ ഇൽമിൻ വ ദീനിൻ നല്ല ദീനുള്ള ആളാണ്, നല്ല ഇൽമുള്ള ആളാണെന്ന് കേൾക്കുന്നു. അങ്ങനെ ഫതർഗബു ഈ പെണ്ണിനെ അയാള് വിവാഹം ചെയ്താൽ തിരക്കില്ലെന്ന് അവരുടെ മനസ്സിലും തോന്നുന്നു. തെറ്റാണോ? തെറ്റല്ല. നിയമവിരുദ്ധമായ ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. ലാകിൻ പക്ഷേ അത്തവാസുലു ബൈനൽ മുതഹബ്ബൈനി ഈ രണ്ട് ഇഷ്ടപ്പെട്ടവരായ ആളുകൾ തമ്മിൽ ബന്ധം സ്ഥാപിക്കുക മിൻ ഗൈരി വജ്ഹിൻ ശർഇയ്യിൻ ശർഇയ്യായതല്ലാത്ത മറിയിലൂടെ. നിനക്ക് ശർഇയ്യായ വഴിയുണ്ട്, ശർഇയ്യായതല്ലാത്ത വഴിയിലൂടെ അവർ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്നൊക്കെ നമ്മളെ കുടുംബത്തിലൊക്കെ നടക്കണ എന്താ? വിവാഹം നിശ്ചയിക്കേണ്ടതില്ല. വിവാഹം നിശ്ചയിക്കുന്നതിന് മുമ്പ് തന്നെ തുടങ്ങി ഏർപ്പാട്, ചാറ്റ് തുടങ്ങി, ഒരുമിച്ച് യാത്ര തുടങ്ങി, ടൂർ തുടങ്ങി. ഈ മാതിരി തനിച്ച തമ്മാടിത്തങ്ങളാണ് ഇന്ന് നമ്മുടെ ഉമ്മത്തിലേക്ക് കയറിയിട്ടുള്ളത്. ഇതൊക്കെ വളരെ ഗൗരവത്തിൽ നാം കാണാം. ഇതൊക്കെ പഠിപ്പിക്കുന്ന എന്താ? ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ കന്നുകാലികളെ പോലെ ജീവിച്ച് ചത്തുപോകാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അള്ളാന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അള്ളാന്റെ 99% കാരുണ്യം കിട്ടേണ്ടവരായ ആളുകൾ ഇങ്ങനെ പോയി ജീവിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? അങ്ങനെയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാമെന്നാൽ അതാണ് ഏറ്റവും വലിയ ബലാഗ്, ഏറ്റവും വലിയ നാശം. അതാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അനുവദനീയമാകില്ല. ഒരു പുരുഷന് ഒരു സ്ത്രീയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല. ഫോൺ വിളിക്കുക, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, അതൊന്നും പാടില്ല, അനുവദനീയമായ കാര്യമല്ല. അതേപോലെ തന്നെ പെണ്ണിന് പുരുഷനുമായിട്ടും ഈ തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇങ്ങനെ ചെയ്യാനുള്ള ന്യായം എന്താണ്? ഞാൻ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് പെണ്ണാണ്, പിന്നെ എനിക്ക് ഓളൊപ്പം പോയിക്കൂടെ? എന്നെ കെട്ടാൻ ഉദ്ദേശിച്ച പുരുഷനാണ്, എനിക്ക് ഓളെ കൂടെ പോയിക്കൂടെ? ഞങ്ങൾക്ക് സംസാരിച്ചൂടെ? എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആ ന്യായം പറഞ്ഞുകൊണ്ടുള്ള ഇടപാടുകളാണ് ഇന്ന് ദുനിയാവിൽ നടക്കുന്നത്. അതാണ് സാലിഹ് ഉസൈമീൻ പറയാണ് ബൽ യംബഗി. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ബൽ യുഖ്ബിറ വലിയഹ. നേരത്തെ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം ഇങ്ങനെ നല്ല പെണ്ണിനെ കുറിച്ച് കേൾക്കുന്നു, അല്ല നല്ല പുരുഷനെ കേൾക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായി എങ്കിൽ വലിയുഖ്ബിറു വലിയഹ, ഈ പറയുന്ന പുരുഷൻ ഈ പെണ്ണിന്റെ വലിയ ആരാണോ അയാളോട് പറയണം. പെണ്ണിന് വലിയ ഉണ്ടാവും, പെണ്ണിനെ കെട്ടിച്ചു തരാൻ യോഗ്യനായ ഒരു വലിയ ഉണ്ടാവും. ആ വലിയുമായി ഈ കാര്യം പറയണം. അന്നഹു യുരീദു ദിവാജ, എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് ആ പെണ്ണിന്റെ വലിയനോട് പറയണം. ഔ തുഖ്ബിറു ഹിയ വലിയഹ, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ വലിയനോട് പറയണം. പെണ്ണിന്റെ ഉത്തരവാദിപ്പെട്ട ആളോട് ആ പെണ്ണ് പറയണം, ഞാൻ ഇന്നാലിന്റെ പുരുഷൻ നല്ല ഒരാളാണ്, എനിക്ക് കല്യാണം കഴിച്ച തർക്കമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അന്നഹാ തുരീദു അസ്ദിവാജ മിൻഹു കമാ ഫഅല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഉദാഹരണം പറയാ, തെളിവ് പറയാ. എന്താ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെ ഉമർ ഖത്താബിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹായ കല്യാണം ആലോചിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുക്കല ഇബ്നതഹു ഹഫ്സത അലാ അബീബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പരിശുദ്ധനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ്, എന്റെ മകൾ ഹഫ്സയെ നിനക്ക് കല്യാണം കഴിച്ചോടെ? ഒരുപക്ഷെ ഹഫ്സ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ടാവും, ആ ബന്ധം എനിക്കങ്ങനെ ബന്ധം താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ചെന്ന് പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിരസിച്ചു. പിന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടുക്കൽ ചെന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നിരസിച്ചു. എന്താ കാരണം നമുക്കറിയില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഫ്സ റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചത് പിന്നീട് ഉണ്ടായത്. അതാ ചരിത്രം പറയുന്നത്. ഇതാണ് നിലപാട്, ഇതാണ് കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട്. ഈ നിലപാടിന് വിരുദ്ധമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഘാടൻ സമ്പ്രദായങ്ങൾ ഇസ്ലാമിക ഉമ്മത്തിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇവിടെ അരാജകത്വം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ട്. അതിനെ പ്രതിരോധിക്കാനുള്ള ബാധ്യത മഹല്ല് സംവിധാനങ്ങൾക്കുണ്ട്, വാപ്പമാർക്കുണ്ട്, ഉമ്മമാർക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്. അതവർ ചെയ്തിട്ടില്ലെങ്കിൽ ഈ നാശം എവിടെയാണ് ചെന്ന് അവസാനിക്കാൻ? പണ്ടത്തെ മാതിരിയല്ല ഇപ്പോഴത്തെ നാശം. പണ്ടത്തെ നാശം പോലെയല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നാശം വരാൻ കുറെ ടൈം എടുക്കും.
ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നിങ്ങൾ അന്തക വിത്ത് എന്ന് പറഞ്ഞൊരു വിത്ത് നമ്മൾ കേട്ടിരുന്നു. അന്തക വിത്ത് നമുക്ക് പരിചയമില്ലാത്തൊരു സാധനം, അന്തക വിത്ത്. അത് വന്നിട്ട് എത്ര പെട്ടെന്നാണ് നമ്മുടെ ഈ ടെക്നോളജി വികസിച്ച് എത്ര പെട്ടെന്നാണ് നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങൾ പ്രചരിക്കുന്നത് പോലത്തെ എല്ലാ തോന്നിവാസങ്ങളും പ്രചരിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായി സൂക്ഷിക്കണം. എന്നാൽ ഇതിന് വിരുദ്ധമായി വലിയനോട് പറയുന്നതിന് പകരം ഒരു പെണ്ണ് നേർക്ക് നേരെ ഒരു പുരുഷനോട് എന്നെ നിങ്ങൾ കല്യാണം കഴിക്കണോ ആലോചിക്കണം എന്ന് പറയാൻ പാടില്ല. അതാകുന്നു ഫിത്നയുടെ സ്ഥാനം. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട സംഗതിയാണ്. നമ്മുടെ ലോകത്ത് ഇതൊക്കെ പച്ചയായ സത്യങ്ങളാണ് കേട്ടോ. നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പച്ചയായ പരമാർത്ഥങ്ങളും സത്യങ്ങളുമാണ്. ഇസ്ലാമിക വിരുദ്ധമായ തോന്നിവാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ വിസ്മരിച്ചാൽ നമ്മൾ മുങ്ങും. മുങ്ങൽ ഒരു കൂട്ടർ മാത്രമായിരിക്കില്ല, മുങ്ങുമ്പോ എല്ലാവരും മുങ്ങുന്നൊരവസ്ഥ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിൽ ദീനിന്റെ ചട്ടവട്ടങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ കേവലം പ്രേമം കൊണ്ട് ഉണ്ടായണല്ല, അതിന് നിലനിൽപ്പില്ല. പ്രേമം കൊണ്ട് മാത്രം നിൽക്കുന്ന സംഗതിയല്ല, അതിന്റെ അടിത്തറ ഉണ്ട്, വളരെ ഭദ്രമായ ഒരു അടിത്തറ. എന്താണ് അടിത്തറ എന്നറിയോ? വിശദീകരിക്കുന്ന സമയമല്ല, എങ്കിൽ ഞാൻ പറയണം. വലാ തൻകിൽ മുശ്രിക്കാത്തി, അള്ളാഹു തആല പറയാണ്, വലാ തൻകിൽ മുശ്രിക്കാത്തി ഹത്താ യുമിന്ന, വിശ്വാസിയാവുകോളം ഒരു മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കരുത്. ശരിയല്ലേ? വല അമത്തും മുഅ്മിനത്തുൻ ഖൈറും മിൻ മുശ്രിക്ക, ഒരു മുശ്രിക്കത്തിനേക്കാൾ നിങ്ങൾ നല്ലത് ആരാണ്? ഒരു അടിമ സ്ത്രീയാണ്. ഒരു അടിമ സ്ത്രീ നിങ്ങൾ എടുത്താലും നിങ്ങൾ ഒരു മുശ്രിക്കത്തിനെ കല്യാണം കഴിക്കും. വലൗ അഅജബത്തുക്കും, അവൾ നിങ്ങൾ എത്ര അത്ഭുതപ്പെടുത്തിയാലും. പ്രേമത്തിന്റെ കാരണം എന്താ? ഇഷ്കിന്റെ കാരണം എന്താ? ഒരു പെണ്ണിന്റെ സൗന്ദര്യം കാണുക, അതും അല്ലെങ്കിൽ അവർ തറവാടിത്തം കാണുക, അവളെ സാമ്പത്തികമായ മേന്മ കാണുക, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കണ്ടിട്ട് അനുരുക്തനായി തീരുക എന്നതാണ് പ്രേമം എന്ന് പറഞ്ഞ സംഗതി ലോകത്ത് നടക്കുന്നത്. അത്തരം എന്ത് തരം അത്ഭുതം ഉണ്ടായാലും നിങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒരു മുശ്രിക്കത്തിനെ ആകരുത്, ഒരു കാഫിരിച്ചിയെ ആകരുത്. അവൻ മുഅ്മിനാണ് മുഅ്മിനത്താണ് എന്ന് ബോധ്യമുള്ളവനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടില്ല. ഇനി കഴിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലോ അവിടെ ഒന്നും ആള് പരിഗണിക്കാറില്ല. കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലത്തും ഈ ആദർശം കാര്യങ്ങൾ ആരും പരിഗണിക്കാറില്ല. വലാ തുൻകിഹുൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങൾക്ക് നിങ്ങൾ കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. ഹത്താ യുഅ്മിനൂ, അവർ വിശ്വാസിയാവുകോളം. ഒരാളെ നോക്കിയാൽ പോരാ, ലിവിങ് ടുഗദറായാൽ പോരാ, ആരെങ്കിലും ആയാൽ പോരാ, ഒരാണായാൽ പോരാ, ഒരു പെണ്ണായാൽ പോരാ. ആണിന് ആണിന്റെയും പെണ്ണിന് പെണ്ണിന്റെയും ക്വാളിറ്റിയും ഗുണവും ഒക്കെ ഉണ്ടാകണം. അങ്ങനെയുള്ളെങ്കിൽ ആ ബന്ധങ്ങൾ നടത്താൻ പാടുള്ളൂ എന്നാണ് ഖുർആൻ ഇവിടെ ആജ്ഞാപിക്കുക. ഹത്താ യുമിനു വല അബ്ദുൻ മുഅ്മിനുൻ ഖൈറും മിൻ മുശ്രിക്, ഒരു മുശ്രിക്കിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് ഒരു അടിമയായ കാഫിരിയായ അടിമയാണ്. വലൗ അഅജബക്കും, അയാൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും ശരി. ഒരു പുരുഷനെ സംബന്ധിച്ച് അനുരുക്തനാകാൻ ആവശ്യമായിട്ടുള്ള അത്ഭുതങ്ങൾ അയാളുണ്ടായാലും ശരി, അതൊന്നും നിങ്ങൾ വകവെക്കരുത്. നിങ്ങൾ ആദർശം നോക്കണം. കാരണം എന്താ അറിയാം? ഉലൈക യദഊന ഇലന്നാർ, അവർ ക്ഷണിക്കുന്നത് നരകത്തിലേക്കാണ്. വല്ലാഹു യദഊ ഇലൽ ജന്ന, അല്ലാഹ് നിങ്ങൾ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്. ഈ തരം ബന്ധം ഉണ്ടാക്കിയിട്ട് ആ ബന്ധം ആജീവനാന്തം തുടർന്ന് വ്യഭിചാരിയായി ജീവിച്ച് മരിച്ചു പോകുന്ന ഗതികേട് ആലോചിച്ചു നിങ്ങൾ. എത്ര ഗൗരവപ്പെട്ടൊരു സംഗതിയാണിത്. അങ്ങനെ പോയാൽ എങ്ങോട്ടാ എത്തണേ? നരകത്തിലേക്കല്ല എത്തണേ. അള്ള വിളിക്കണത് നിങ്ങളെ സ്വർഗത്തിലേക്കും അള്ളാന്റെ മഗ്ഫിറത്തിലേക്കാണ്. ബിഇദ്നിഹി വയുബയ്യിനുല്ലാഹു ആയാതിഹി ലിന്നാസ്, അല്ലാഹു തആല അവന്റെ ആയത്തുകളെ മനുഷ്യന്മാർക്ക് വേണ്ടി വിശദീകരിച്ചു തരാണ്. ലഅല്ലഹും യതദക്കറൂൻ, അവർ ചിന്തിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. നമുക്ക് ചിന്ത ഉണ്ടോ? ചിന്ത ഉണ്ടെങ്കിൽ ആലോചിക്കാൻ സമയമായിട്ടുണ്ട്. നമ്മൾ ആലോചിച്ച് തീരുമ്പോൾ ഒരു പക്ഷേ ഈ ഫിത്ന നമ്മളെ മൂടിക്കൂടായികയില്ല. അതുകൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് നമ്മളെ കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ നല്ല ഓർമ്മയും ബോധവും നമുക്കുണ്ടാകണം. അതില്ലെങ്കിൽ ഏത് നിമിഷത്തിലാണ് ഈ ഫിത്ന കയറി വരാന്ന് പറയാ. ഒരു പെൺകുട്ടി, നമ്മളെ 18 വയസ്സ് 20 വയസ്സ് വരെ പോറ്റി വളർത്തിയ പെൺകുട്ടി ഒരു ദിവസം അങ്ങ് പോവുക. 21 കൊല്ലത്തെ പരിശ വാപ്പാനും ഉമ്മാർക്കുള്ള ബന്ധങ്ങൾ അവർക്കില്ല. അത്രയും കാലം വളർത്തിയിട്ടുള്ള ഒരു ആൺകുട്ടി കൊണ്ടുവരുന്ന ഏതോ ഒരുത്തിയാണ്, ഒരു ബന്ധവുമില്ല, ലിവിങ് ടുഗദർ. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര അപമാനകരമായ സംഗതിയാണ്. ദുനിയാവിലെ അപമാനം ആഖിറത്ത് പോയി കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ കോട്ടമല്ലേ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആലോചിക്കാനൊക്കെ നേരമായിട്ടുണ്ട് എന്നത് നമ്മളിവിടെ പറയണം. പച്ചയായ സത്യങ്ങളാകുന്നു ഇതിൽ പെട്ടുപോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ മക്കളെ നമ്മൾ സംരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ബലാകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും നമ്മെ എല്ലാവരെയും രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله وصلى الله على النبي الكريم وعلى اله وصحبه اجمعين.
ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള ചില പഠനങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് തഖ്ലീദിയായ പാരമ്പര്യ രീതിയിലുള്ള കല്യാണങ്ങൾ നമ്മുടെ ലോകത്ത് നടക്കാറുണ്ട്. നമ്മളൊക്കെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ പാരമ്പര്യ രീതിയിൽ നടക്കുന്ന കല്യാണങ്ങളാണ് എങ്കിൽ അതിൽ ശിഥിലീകരണം സംഭവിക്കുന്ന 5%. 5% മാത്രമേ അത് ഫെയിലായി പോകുന്നുള്ളൂ. എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും, ഏത് കല്യാണത്തിനുണ്ടാകാം. എന്നാൽ പരസ്പരം ഇഷ്ടപ്പെട്ട് ആരുടെയും സമ്മതമില്ലാതെ സമൂഹത്തിന്റെ അംഗീകാരമില്ലാതെ ഏതോ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി ആരും അറിയാതെ 2 പേർ നടത്തിയ കല്യാണങ്ങൾ, അത്തരം കല്യാണങ്ങൾ, സ്നേഹത്തിന്റെ പേരിൽ നടക്കുന്ന കല്യാണങ്ങൾ 75% ഫെയിൽഡാണ്. എന്താ കാരണം? ബേസില്ല, നേരത്തെ പറഞ്ഞിട്ടുള്ള അടിത്തറമില്ല. അത് കേവലം ഒരു പ്രത്യേക സമയത്തുണ്ടാകുന്ന ഒരു വൈകാരികമായ തള്ളിച്ചയിൽ ഉണ്ടാകുന്ന ആ പ്രത്യേക കാലത്തുണ്ടാകുന്ന 10-20 വയസ്സ് 25 വയസ്സ് കാലത്തിനിടയിൽ ആർക്കും സംഭവിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആ കാലമാകുമ്പോഴേക്ക് കുട്ടികൾക്കൊക്കെ നല്ല ഇണകളെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള ബാധ്യതയും നമുക്കുണ്ട്. അതൊക്കെ ചെയ്യുന്നതിന് അപാകത ഇവിടെ നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 10, 30, 32, 35 വയസ്സ് പ്രായമുള്ള കുട്ടികൾ കല്യാണം കഴിക്കപ്പെടാതെ ആൺകുട്ടികൾ അതാരാപാര നടക്കുന്ന അവസ്ഥ നമ്മുടെ ഉമ്മത്തിൽ നിന്ന് ധാരാളമുണ്ട്. അതൊക്കെ ഗുരുതരമായ പെശകാണ്. അങ്ങനെയുള്ള പെശക ഉണ്ടതുകൊണ്ടാണ് ഇപ്പോഴത്തെ തോന്നിവാസങ്ങളും തമ്മാടിത്തങ്ങളും ഉണ്ടാകാൻ കാരണം. അങ്കിഹുല്ലയാമാമിൻകും വസ്സാലിഹിന മിൻ ഇബാദിക്കും വഇമായിക്കും ഈയകൂനു ഫഖറാ യുഗ്നിഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. നിങ്ങളെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്തവർ, വിഭാര്യന്മാരായ ആളുകൾ, അടിമകൾ, അടിമത്തികൾ, ഇവർക്കൊക്കെ നിങ്ങൾ കല്യാണം ഉണ്ടാക്കി കൊടുക്കും. സമൂഹത്തിനുള്ള കൽപ്പന, മാതാപിതാക്കന്മാരുടെ കൽപ്പന, ഈ സമൂഹത്തിനുള്ള കൽപ്പന. ആ കൽപ്പന നമ്മൾ നടപ്പാക്കണം. ഓരോ സന്ദർഭത്തിലും സമയത്തും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഫിത്നകളൊക്കെ ഉണ്ടാകുന്നത്. അത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമുക്ക് ബാധ്യത ഉണ്ട്. അതൊക്കെ നമ്മൾ നിർവഹിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും നാശങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് സുരക്ഷിതമായി ജീവിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായി മരിച്ചുപോയി സ്വർഗം പ്രാപിക്കാനുള്ള സൗഭാഗ്യം നമുക്കെല്ലാം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പോരായ്മകളും റബ്ബ് സുബ്ഹാനഹു വ തആല പൂർത്തി തരുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.